മരാമത്ത് മന്ത്രിയായി കഴിഞ്ഞാൽ വിദേശത്ത് പോകാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഓരോ ദിവസവും പോട്ടും സൂട്ടൊക്കെ വലിച്ചു കയറ്റി പാരീസിലേക്ക് പോവാം, ആംസ്റ്റർഡാമിലേക്ക് പോവാം, വിയന്നയിലേക്ക് പോവാം, പിന്നെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് പോവാം, കാൻബറയിലേക്ക് പോവാം, എവിടേക്ക് വേണമെങ്കിൽ പോവാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും വലിയ വിലക്കൊന്നും ഉണ്ടാവില്ല. കാരണം ടൂറിസം ശക്തിപ്പെടുത്താൻ വേണ്ടിയാണല്ലോ. കേന്ദ്രത്തെ സംബന്ധിച്ചുള്ള വിദേശ നാണ്യം കിട്ടുന്ന വകുപ്പാണ് ടൂറിസം. അങ്ങനെ ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വിവിധ വിദേശ രാജ്യങ്ങളിൽ പോകാനും സെൽഫി എടുക്കാനും ഒക്കെ അവസരം കിട്ടുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് മരുമകന് കൊടുത്ത രണ്ടാമത്തെ പ്രധാന വകുപ്പ് എന്ന് പറയുന്നത് ടൂറിസമാണ്. പിന്നെ ചില ലൊട്ടിലൊടുക്ക് സാധനങ്ങളെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല. അങ്ങനെ മരുമകൻ മരാമത്ത് വലത് കയ്യിലും ടൂറിസം ഇടത് കയ്യിലും പിടിച്ച് സംസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 കൊല്ലം കഴിഞ്ഞ് 5-ാം കൊല്ലത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ വരുന്നു ഒരു ടാങ്ക്. ഈ ടാങ്ക് എപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ വരാം. ഇതുവരെ ആളുകളെ വെറുപ്പിക്കുക മാത്രം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വീണ ജോർജിന് പെട്ടെന്നാണല്ലോ ഈ മെഡിക്കൽ കോളേജിൻ്റെ മതിലിടിഞ്ഞ് വീണ് ആളടിയിൽ പോകുന്ന പോലത്തെ സംഭവം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ റിയാസിനും സംഭവിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഈ ടൂറിസം പ്രൊമോഷന് വേണ്ടി വടക്കേ ഇന്ത്യയിൽ നിന്ന് ക്ഷണിച്ചു കൂട്ടുന്ന ഒരു വനിത, ഒരു സുന്ദരി എന്ന് പറയുക കൂട്ടുശേരി, അവർ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തുന്ന ആളായിരുന്നു അത്രേ. അപ്പോൾ ഇവരെ ഡൽഹിയിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നതിൻ്റെ ചിലവ് കംപ്ലീറ്റ് നമ്മുടെ സർക്കാരാണ് വഹിച്ചത്. അവർ ഇവിടുത്തെ തീന് കൂടി താമസം അതും സർക്കാരാണ് വഹിച്ചത്. അവരെന്നിട്ട് സർക്കാരിന് വേണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കൊച്ചി കപ്പൽശാല പോലെ അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിലെ ജൂത സിനഗോഗ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ എടുത്ത് പാകിസ്ഥാൻ അയച്ചു. സോ സിമ്പിൾ. ചിലവ് ഖജനാവിൽ നിന്ന് അതിൻ്റെ പ്രവൃത്തി ഗുണഫലം കിട്ടുന്നത് നമ്മുടെ സഹോദര രാജ്യമായ, നമ്മുടെ സുഹൃത്ത് രാജ്യമായ, ഇടയ്ക്കിടയ്ക്ക് ആതങ്കവാദികളെ ഇങ്ങോട്ട് അയച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന, ഇവിടെ ബോംബ് വെച്ച് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ തൊട്ട അയൽ രാജ്യമായ പാകിസ്ഥാൻ. അങ്ങനെ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു ചെറിയ ഉപകാരം ചെയ്തു എന്നാണ് ഇപ്പോൾ ശത്രുക്കൾ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.